ഇന്നലെ ഒമാൻ മസ്കറ്റ് അമറാത്തിൽ വെച്ച് നടന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൻ്റെ ഷോ കാണാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഏകദേശം ഫുള്ളായിരുന്നു. എന്നാലും നമുക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യാൻ പറ്റി. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ഉത്സവത്തിനോ പെരുന്നാളിനൊക്കെ പോയ ഒരു പ്രതീതിയാണ് എനിക്കിവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയത്. നമ്മൾ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പ്രസംഗമായിരുന്നു. ഇന്നല്ല കുറേ നാൾ മുൻപ് തന്നെ നമ്മുടെ നാട് ഏറ്റവും മാതൃകാപരമായ ഒരു മനുഷ്യാലയമായി തീർന്നു. പിന്നെ ഈ പ്രോഗ്രാം കാണാനായിട്ടൊക്കെ നല്ല ക്രൗഡഡ് ആയിരുന്നു. ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം. ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സും അതേപോലെയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റുള്ള കൗണ്ടേഴ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമുക്കിതിലെല്ലാത്തിലും കയറി എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് കൂടുതൽ എനിക്ക് തോന്നുന്നത് കൂടുതലും കഴിക്കാനായിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലും തോന്നിയിട്ടുള്ളത്. നമ്മുടെ നാടൻ സാധനങ്ങൾ വരുന്നുണ്ട്. എന്തിന് പച്ചക്കറി കിറ്റ് പോലും ഞാൻ ഇതിനിടയിൽ കണ്ടു. ഈ ഒരു റേഡിയോ കടയുടെ മുമ്പിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു നിമിഷമെങ്കിലും പഴയ കാലത്തേക്ക് എന്തായാലും വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയൊരു കാർണിവലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ കാർണിവലിൽ മത്സരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും മത്സരങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ എന്തായാലും ട്രൈ ചെയ്യേണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ സൂചിയറിന് പകരം റിങ് എറിയലാണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഒന്ന് റിങ് ചെയ്ത് നോക്കി, അവൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ എൻ്റെ ടേൺ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 2 ഫെയിലായെങ്കിലും 3ാമത്തെ ഞാൻ കറക്റ്റായിട്ട് തന്നെ റിങ്ങിലിട്ടു. എന്താ പറയുക, പഴയ കാർണിവൽ സിനിമയിലെ പോലെ സൂചിയർ പഠിച്ചിട്ട് പോകേണ്ടതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഒരുപാട് ആളുകൾ വന്ന് എറിഞ്ഞ് വെറുതെ പോകുന്നുണ്ട്. ആർക്കും കിട്ടണില്ല. പക്ഷെ എന്നാലും ഒരെണ്ണം കിട്ടിയില്ലോ, അത് മതി. ഇതിന് അവർ തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് 100 ഗ്രാംസിൻ്റെ ചെറിയൊരു പാക്കറ്റ് കാഷ്യൂ ആണ്. ഇതൊക്കെ കൂടാതെ മുമ്പേ തന്നെ കുറേ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എത്താനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് മിസ്സായി. ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ.